ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ നമ്മളൊരു പച്ചക്കുപ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ദീപാവലി സ്പെഷ്യൽ ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു ബേസ് കോട്ട് കൊടുക്കാം. അത് ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ജെസ്സോ ബേസ് കോട്ട് ഏതാണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് ഒരു കോട്ടോ 2 കോട്ടോ കൊടുക്കുക. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളിന്ന് റെഡ് കളറാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ റെഡ് കളർ ഇതൊക്കെ ഫെവിഗ്രില്ലിൻ്റെ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അക്രിലിക് പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഫെവിഗ്രില്ലാവാം, അതുപോലെ തന്നെ പോളോ ആവാം, അതുപോലെ തന്നെ ക്യാമലാവാം, ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുപ്പിയുടെ റൗണ്ട് ഭാഗം ഉണ്ടായിരുന്നു, അതിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ നമ്മൾ തോരണങ്ങളൊക്കെ തൂക്കൂലേ, ഫ്ലവേഴ്സൊക്കെ തൂക്കിയിടൂലേ, അതുപോലെ ഇതൊരു ചെറിയ ബ്രഷ് എടുക്കുക. എന്നിട്ട് യെല്ലോ കളറിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി വരച്ചു കൊടുക്കാം. ഡോട്ടല്ല, ഒരു ചെറിയ പൂക്കൾ എങ്ങനെയാണോ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒന്ന് പൂവായിട്ട് ഫീൽ ചെയ്ത് ഫ്ലവറായിട്ട് ഫീൽ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ചുരുട്ടി വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഓറഞ്ച് കളർ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എന്തുവാ, നമ്മൾ ജമന്തി പൂക്കൾ ഓറഞ്ചും അതുപോലെ തന്നെ മഞ്ഞയും ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം. അതാണ് അവിടെ കാണുന്നത്, കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഡോട്ട് ഇടരുത്, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുളുക്കി വരയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ എങ്ങനെയാണോ തൂക്കിയിടുന്നത് അതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഓറഞ്ച് കൊടുത്തു, മഞ്ഞ കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പച്ച കളറാവാം. പച്ച കളർ എന്ന് പറയുമ്പം ഇല തൂക്കിയിടാം. ഇതിൻ്റെ ഇടയിൽ ഇലകൾ തൂക്കിയിടുന്ന മാവലയൊക്കെ ഇല്ലേ, അതുപോലെ ഇലകൾ തൂക്കി. ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻസിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ കല്യാണത്തിനും അതുപോലെ എന്താ പറയുക, അവരുടെ ഫെസ്റ്റിവലിനൊക്കെ ഇതുപോലെ പൂക്കൾ ഇങ്ങനെ തോരണം തൂക്കിയിടും. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇലകൾ അതിൻ്റെ ഇടയിൽ, പിന്നെ നമ്മൾ ഈ ഒരു റൗണ്ട് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ പച്ച കളർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുള്ളിലും പൂക്കൾ ഇതുപോലെ അടുത്ത ഒരു ലെയർ ഇതുപോലെ മഞ്ഞ കളറും ഓറഞ്ച് കളറും ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. അത് നല്ല രസമാണ് അത് കാണാൻ തന്നെ. ഇങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ തൂക്കും. ഇവിടെ കൂടുതൽ എനിക്കൊന്ന് അത്തപ്പൂക്കൾ ഇടാനായി ജമന്തി പൂക്കളൊക്കെ എടുക്കുന്നത്. ശരിക്കും അവിടെ ഇതുപോലെ ഇങ്ങനെ ഫെസ്റ്റിവൽ, അതായത് ആഘോഷങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ തോരണം തൂക്കിയിടുന്ന കാണാൻ നല്ല രസം കേട്ടോ. അപ്പോൾ ദീപാവലിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ കുറേ കുത്തി നിറച്ച് എന്താ പറയുക, പൂക്കൾ അങ്ങോട്ട് വരച്ച് വയ്ക്കുക, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓറഞ്ചും മഞ്ഞയും വേണം വരയ്ക്കാൻ, ഇങ്ങനെ വരച്ചു കൊടുക്കാം. അത് ഡോട്ടല്ല, ചെറിയൊന്ന് ചുളുക്കി വരയ്ക്കുക കേട്ടോ. എന്നിട്ട് സൈഡിലൊക്കെ ഇലകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ മാവലകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് താഴത്ത് നമുക്ക് കുറച്ച് ദീപങ്ങൾ വരയ്ക്കണം. ദീപങ്ങൾ എന്ന് വരയ്ക്കുന്നത് എനിക്കൊന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചട്ടിയിൽ ദീപം വെക്കില്ലേ, നമ്മൾ ദീപാവലിക്ക് നമ്മൾ വെക്കില്ലേ, അതുപോലെ വരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ ദീപത്തിൻ്റെ ആ ഒരു തീ ഉണ്ടല്ലോ, ആ ഭാഗം മാത്രം ഞാൻ എല്ലായിടത്തും കുറച്ച് ഗ്യാപ്പിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ദീപം വരച്ചതിന് ശേഷം, ഒരു ചട്ടി വരച്ചതിന് ശേഷം അടുത്തത് വരച്ചാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഈസി ആക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് അറിയാൻ വേണ്ടിയാണ് ഗ്യാപ്പിട്ട് ഞാൻ ആ ഒരു തീ മാത്രം വരച്ചു കൊടുത്തു. എന്നിട്ട് ഇനി ചട്ടി വരയ്ക്കാം. ചട്ടി വരയ്ക്കാനായിട്ട് ഈ റെഡ് കളറായതുകൊണ്ട് എനിക്ക് അത്ര സുഖം തോന്നിയില്ല. ഒരു ബ്രൗൺ കളർ എടുത്തു, നടന്നില്ല. ഓറഞ്ച് കളർ എടുത്തു, നടന്നില്ല. പിന്നെ ഞാൻ മെറ്റാലിക് കോപ്പർ കളർ എടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചട്ടി പോലെ വരച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇമേജൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയും അതുപോലെ പൂക്കൾ തോരണം തൂക്കുന്ന ഒക്കെ ഇമേജുകൾ കിട്ടും കേട്ടോ. അതൊക്കെ എന്താ പറയുക, പല തരത്തിൽ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചട്ടിക്കൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുക. ആ കോപ്പർ കളർ അത്ര എനിക്ക് എടുത്ത് കാണാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ ബ്രഷ് കൊണ്ടാണ് കേട്ടോ വൈറ്റ് കളർ ഡോട്ട്. അപ്പോൾ ശരിക്കും ചട്ടിയാണെന്ന് ഫീൽ ചെയ്യും, കണ്ടില്ലേ, ചട്ടിയാണ് ശരിക്കും തോന്നും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുകളിൽ നിന്ന് കുറച്ച് പൂക്കൾ താഴത്തേക്ക് ഇങ്ങനെ തൂക്കിയിടുക, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ കല്യാണത്തിനൊക്കെ തൂക്കിയിടില്ലേ, അതുപോലെ ഇങ്ങനെ തൂക്കിയിടുക. അത് കുറച്ച് കൂടുതലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഡോട്ടല്ല വരയ്ക്കണത്, ശരിക്കും ഇങ്ങനെ ചുളുക്കി ചുമ്മാ ഒന്ന് വരയ്ക്കുക. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കാൻ. ശരിക്കും പൂക്കൾ കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓറഞ്ച് കൊടുക്കാം. അപ്പോൾ ചെറുതും വലുതുമായിട്ട് തൂക്കിയിട്ടിരിക്കുന്നു മുകളിൽ നിന്ന്, അങ്ങനെ ആ ഒരു രീതിയിൽ വരച്ചെടുക്കാം. കണ്ടില്ലേ,
ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. എന്നിട്ട് കണ്ടില്ലേ, നമ്മൾ ആ മുകളിൽ തൂക്കിയിട്ടു പൂക്കൾ, താഴത്ത് തൂക്കിയിട്ട് പൂക്കൾ, ദീപം വരച്ചു. ദീപത്തിന് ഔട്ട്ലൈൻ കൊടുത്തപ്പോഴാണ് ശരിക്കും അതൊരു ദീപം എന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ ആ ഒരു ചുമന്ന കളറിൽ അത്ര എടുത്തറിഞ്ഞില്ല. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഹാപ്പി ദീപാവലി എന്ന് എഴുതണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇപ്പം ഞാനൊരു ഹിന്ദി ടച്ചിലാണ് എഴുതുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിൽ ഹാപ്പി ദീപാവലി എന്ന് എഴുതിയിരിക്കുന്നത് കിട്ടും. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ട്രേസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് എഴുതാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹാപ്പി ദീപാവലി എന്ന് എഴുതുകയാണ്. അതിന് ഞാൻ മഞ്ഞ കളറാണ് കൊടുക്കണേ. ഈ മഞ്ഞ കളറിനൊരു കുഴപ്പമുള്ളതെന്ന് ഞാൻ കണ്ടത്, ഈ റെഡ് കളറിൽ കൊടുക്കുമ്പോൾ റെഡ് കളർ ആ മഞ്ഞക്കുള്ളിലൂടെ എടുത്തറിയും. അപ്പോൾ കുറച്ച് ഒരു കോട്ട് എന്ത് ചെയ്താലും, അതിപ്പോൾ ഫ്ലവർ ചെയ്താലും ഹാപ്പി ദീപാവലിന്ന് ചെയ്താലും നമ്മൾ ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ശരിക്ക് എടുത്ത് മഞ്ഞ അറിയില്ല, കുറച്ച് എന്താ പറയുക ഡിമ്മായി പോവും ഈ റെഡ് കളറിൽ എഴുതുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ റെഡ് കളറിൽ വരയ്ക്കുമ്പോൾ അപ്പോൾ നമ്മൾ 1 or 2 കോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരെണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത കോട്ട് ചെയ്യാൻ പാടുള്ളേ. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ വാർണിഷ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം മഞ്ഞ കളറൊക്കെ ചെയ്തത് കൊണ്ട് വുഡ് വാർണിഷ് വേണ്ട, പിക്ചർ വാർണിഷോ സ്പ്രേ വാർണിഷോ അതുപോലെ തന്നെ ഗ്ലോസി വാർണിഷോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെത് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാത്തത്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഉണങ്ങില്ല. പിന്നെ ഉണങ്ങിയതിന് ശേഷം കുറേ സമയം എടുത്തിട്ട് വേണം നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും എൻ്റെ വീഡിയോസിൽ വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാത്ത കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഹാപ്പി ദീപാവലി എന്ന് എഴുതുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പൂക്കളും കുറേ ഇലകളും കുറേ ദീപങ്ങളും ഉള്ള ഒരു ഹാപ്പി ദീപാവലി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ബോട്ടിൽ. അപ്പോൾ പൂക്കൾ ഒരു പ്രത്യേക ഭംഗി, നോർത്ത് ഇന്ത്യൻസിന് ഒരു പ്രത്യേകതയാണ് ഈ ഒരു മഞ്ഞ ഓറഞ്ച് പൂക്കൾ ഇങ്ങനെ തോരണം തൂക്കി ഇടുക എന്നുള്ളത്. അത് നമ്മൾ ശരിക്കും അത്തപ്പൂവിനാണ് പൂക്കളം ഒരുക്കുമല്ലോ, അതിനൊക്കെയാണ് ഇത് കൂടുതൽ. പിന്നെ നമ്മൾ പൂ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കല്യാണങ്ങളിലുണ്ട്, പക്ഷെ എന്നാലും കുറച്ച് കൂടുതൽ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻസാണ് ഈ ഒരു പച്ച കളറിലെ ഇലകളും പൂക്കളുമായിട്ട് യോജിച്ച് തോരണം ഇടുന്നത്. ശരിക്കും ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ നമുക്കൊരു ഹാപ്പി ദീപാവലി എന്ന് എഴുതി ഈ ഒരു രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും എളുപ്പം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അതിൽ ജെസ്സോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എന്താ പറയുക കുറേ പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്, ക്രാഫ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ വരച്ചതാണ് ഈ ഹാപ്പി ദീപാവലിന്ന് ഇതുപോലെ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരുപാട് തരത്തിൽ കിട്ടും ഹാപ്പി ദീപാവലി എന്ന് എഴുതിയിരിക്കണേ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് എഴുതാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എന്നാൽ ഒരു അടിപൊളി ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ചാരു സർക്കിൾ വ്ളോഗ്സിൽ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, ഇന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ഹാപ്പി ദീപാവലി.